കിട്ടില്ല എന്നുറപ്പിക്കുമ്പോഴും 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു നടക്കുന്ന നരേന്ദ്രമോദിക്ക് ആദ്യ ദിവസം തന്നെ കാര്യം പിടികിട്ടിയിരിക്കുന്നു. മുഴുവൻ സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റ് കിട്ടില്ല എന്ന് ബോധ്യമായതിന് പിന്നാലെ കയ്യിലുള്ളത് പോകുമെന്നുറപ്പിക്കുകയാണ് BJP ബീഹാറിൽ. 400-ൽ കൂടുതൽ സീറ്റ് നേടുമെന്ന BJPയുടെ അവകാശവാദം വോട്ടെടുപ്പിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പരാജയപ്പെട്ടെന്ന് ഉറപ്പിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്ന 4 സീറ്റിലും മഹാഗഡ്ബന്ധൻ അഥവാ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് RJD നേതാവ് തേജസ്വി യാദവ് സ്ഥിരീകരിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായ രീതിയിൽ പ്രവർത്തകർ ഇരുന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ കണക്കെടുപ്പിലും മീറ്റിംഗിലും മികച്ച ഫീഡ്ബാക്കാണ് ലഭിച്ചിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങൾ ബോധവാന്മാരാണെന്നും അവർ BJPയെ ഒരു പാഠം ഈ തെരഞ്ഞെടുപ്പിൽ പഠിപ്പിക്കുമെന്നും തീരുമാനിച്ച് ഉറപ്പിച്ചതെന്നാണ് ആദ്യ സൂചനകൾ തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇത്തവണ ബീഹാറിൽ ഞെട്ടിക്കുന്ന ഫലം പുറത്തുവരുമെന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ജാമുയി, നവാദ, ഗയ, ഔറംഗാബാദ് എന്ന 4 മണ്ഡലങ്ങളിലാണ് ബീഹാറിൽ ആദ്യഘട്ടത്തിൽ ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. 49% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ 4 മണ്ഡലത്തിലും BJP സഖ്യമാണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത്. 2019 അവിടെയാണ് വലിയ മാറ്റങ്ങൾ കണ്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ആകെയുള്ള 40 സീറ്റിൽ 39 BJP നയിക്കുന്ന NDA സഖ്യമാണ് വിജയിച്ചിരിക്കുന്നത്. മഹാഗഡ്ബന്ധൻ 1 സീറ്റ് മാത്രമാണെന്ന് നേടിയത്. പക്ഷേ ഇത്തവണ ബീഹാറിൽ BJP സഖ്യത്തിന് അടിതെറ്റുമെന്നുറപ്പിക്കുന്ന ചില സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. 2014-ലും 2019-ലും മോദി നൽകിയ വാഗ്ദാനങ്ങൾ ബീഹാറിൽ പാലിച്ചിട്ടില്ല. അവരുടെ പ്രസ്താവനകളും വ്യാജ വാഗ്ദാനങ്ങളും കേട്ട് ബീഹാറിലെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അതുപോലെ JDU സഖ്യത്തിലാണ് BJP സഖ്യം ഇപ്പോൾ മത്സരിക്കുന്നതെങ്കിലും അവരുടെ ആ സഖ്യം ഒത്തൊരുമയില്ലാതെ പോകുന്നു. മോദി തരംഗമില്ല. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് BJP തന്നെ വിലക്കേർപ്പെടുത്തിയ ഒരു സ്ഥിതിയാണ് ബീഹാറിൽ ഉള്ളത്. എന്നാൽ മഹാസഖ്യം, അത് ഇന്ത്യ സഖ്യം വലിയ ഫോമിലാണ്. RJDയുടെ തിരിച്ചുവരവ് ശരിക്കും പ്രതിഫലിക്കുകയാണ് അവിടെ. ബീഹാറിന് പ്രത്യേക പദവിയും പ്രത്യേക പാക്കേജും നൽകുമെന്നാണ് ഇന്ത്യ സഖ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തൊഴിലില്ലായ്മയാണ് ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നം. കൂടാതെ പണപ്പെരുപ്പം, ദാരിദ്ര്യം, നിക്ഷേപം എന്നിവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി കഴിഞ്ഞു. ഇത്തവണ BJP വളരെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ ഇല്ലാതാക്കുമെന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് ബീഹാറിൽ വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം നശിക്കുമെന്നതിൻ്റെ ആദ്യ സൂചനയാണ് ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്.